കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല എന്നറിയുന്നു. അതുപോലെ അവിടെ ചില സന്ദർശനത്തിനും ടൂറിസം മേഖലകളിലേക്കുള്ള സന്ദർശനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പറഞ്ഞോളൂ. കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത മഴയുണ്ട്. ഇന്ന് രാവിലെ മഴയ്ക്ക് ചെറിയ അയവ് വന്നെങ്കിലും പകൽ മുഴുവൻ മഴ പെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ പരപ്പ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ മഴ കനത്ത് അവിടെ മരങ്ങൾ കടപുഴകി വീഴുന്ന സ്ഥിതി ഉണ്ടായി. എന്തായാലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും ഈ അവധി ബാധകമല്ല. കോളേജുകൾക്കും അവധി ബാധകമല്ല. മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഹിൽ ടൂറിസം മേഖല അതുപോലെ തന്നെ ബീച്ച് എന്നിവിടങ്ങളിലേക്ക് നാളെയും മറ്റന്നാളും സന്ദർശകർ ആരും പോകരുതെന്ന് വിലക്കിയിട്ടുണ്ട്. തിരമാല, കടൽക്ഷോഭം ഉയരുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഹിൽ ടൂറിസം മേഖലകളിൽ വെള്ളച്ചാട്ടം, വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെയും മറ്റന്നാളും ഹിൽ ടൂറിസവും അതുപോലെ തന്നെ ബീച്ചുകളും, കാസർഗോഡ് ജില്ലയിലെ ബീച്ചുകളും പ്രവർത്തിക്കുന്നതല്ല. SK. ഓക്കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.